ഞാനൊരു ലുലു മിനി വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ ഇന്നും ലുലു മോളിൽ പോയി. നിങ്ങൾ പോർക്കിക്കോച്ച എന്നും ലുലു മോളിലാണോ എന്ന്. ഞാനും അമ്മയും മാത്രമല്ല അമ്മാവനും കൂടെ. താഴത്തെ പ്ലേ ഏരിയയിൽ ഫുൾ ആൾക്കാർ എന്തോ അവിടെ ക്ലീനിങ്ങോ എന്തോ ആണ്. അപ്പോൾ അവിടെ 6 മണിക്ക് മാത്രമേ എൻട്രി ഉള്ളൂ. മേലത്തെ പ്ലേ ഏരിയയെ കൊണ്ടുവന്ന് കുറച്ച് 2 റൈഡ്സിൽ കയറാൻ പറ്റുള്ളൂ കേട്ടോ. ആദ്യത്തെ റൈഡിൽ എപ്പോഴും അവൾ കയറുന്നത് ഈ റൈഡ് അവിടെ ആഗ്രഹമാണ്. കാരണം എല്ലാ വട്ടവും അവൾ കഷ്ടം അവിടെ പോയി ഹൈറ്റ് നോക്കിയിട്ട് വിഷമിക്കുക. അവളെ അവർ കേട്ടത്തില്ല. ഈ വട്ടം എന്തോ ദൈവഭാഗ്യത്തിൻ്റെ ഹൈറ്റ് ശരിയായി. അതിൻ്റെ തുള്ളിച്ചാട്ടമാണ് ഈ കാണുന്നത്. അത് ഇതൊന്ന് നിർത്തമ്മേന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവൾക്ക് എന്നിട്ട് വേണം കയറാൻ. അപ്പോഴത്തേക്ക് അമ്മയുടെ കോൾ വന്നു. അമ്മ ഡോക്ടറിനെയൊക്കെ കണ്ടു കഴിഞ്ഞു, നിങ്ങൾ വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ സമയമില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഇത്രയും ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ ഇതിനകത്ത് ഇവിടെ കയറ്റാതിരിക്കാനും പറ്റത്തില്ലല്ലോ. എന്തായാലും അവർ കയറ്റിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം എല്ലാ വട്ടം പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഒരു കറക്കമൊന്നും ഇല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് തന്നെ മടുത്തെന്ന് എനിക്കും തോന്നി. ഭയങ്കര സ്ലോ ആയിരുന്നു. പിന്നെ കണ്ട കരയാൻ തുടങ്ങി. അവിടെ ഉള്ളവരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അയ്യോ നല്ല രീതി കരഞ്ഞ് നമുക്ക് താഴെ പോകാമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് കൊണ്ടുപോകണമല്ലോ. താഴത്തെ പറത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഇവിടെ നിറക്കുന്നുണ്ടായാലും അപ്പോഴാണ് ഞാൻ ഈ കുട്ടിയെ കണ്ട് നല്ല രസമുണ്ട് കാണാൻ. എനിക്കെന്താണെന്ന് പറയുക, ജീൻസിൻ്റെയും ടോപ്പിൻ്റെയും കൂടെ ഞാൻ ജിമുക്ക, അത് ചിലപ്പോൾ അതൊരു ഫാഷനാവും. ചെയിനും ജിമുക്കയും അങ്ങനെ എനിക്ക് ഭയങ്കര ഇത് തോന്നി. കണ്ട ഒരു ഹിപ്പ് ചെയിനും ഇങ്ങനെ ജിമുക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ ജീൻസിൻ്റെ ഒരു ജിമുക്ക നമ്മൾ പറയൂ അതൊരൊട്ടും മിസ്മാച്ച് ആയിട്ടാണ് നമ്മൾ ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂട്ടിൽ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ താഴെ പോയപ്പോൾ ഞാൻ കണ്ടു അവിടെ പാർക്കിൽ കുട്ടികളൊക്കെ കളിക്കുന്നത്. എനിക്ക് ഉറപ്പായിരുന്നു ഇനി അവിടെ ചെല്ലുമ്പോൾ ഒന്നുകൂടെ അവൾ കരയും. എന്നോട് ചോദിച്ചു, അമ്മ പാർക്കിൽ ഞാൻ ആമി നമുക്ക് വേറെ ദിവസം വരാം, കാരണം ഞാൻ അവിടെ അന്നെ വെയിറ്റ് ചെയ്യല്ലേ, നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് ക്യാൻഡി വേണമെന്ന് കരഞ്ഞു. പിന്നെ ഞാൻ ക്യാൻഡി വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റായിട്ട് കാണുന്നത് ലുലുവിലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര നല്ല രസമായിട്ട് തോന്നി. നമുക്ക് പറയുന്ന ഷേപ്പിൽ നമ്മൾ പറയുന്ന കളറിൽ നമുക്കത് ഉണ്ടാക്കി തരാം. ആമിക്ക് പൂവാണ് പറഞ്ഞത്, പിന്നെ ഒരു പിങ്ക് കളറാണ് ആമി പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് ടൈം ഇത് ലുലുവിലാണ് കാണുന്നത്. ഇപ്പോൾ എല്ലായിടത്തും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ലുലുവിലാണ് ഫസ്റ്റ് ഇത് കാണുന്നത്. അപ്പോൾ ഇത് ഭയങ്കര വലിപ്പത്തിൽ വരും കേട്ടോ. ഭയങ്കര അത്യാവശ്യം നല്ല വലിയതിൽ വരും. അവളേക്കാൾ വലിയൊരു സാധനമാണ് നമുക്ക് കിട്ടിയത്. എന്നിട്ട് അതും കഴിച്ചു കൊടുക്കണ്ട. അവിടെ ഫേസിനേക്കാൾ ഇരട്ടിയുണ്ടത്. പിന്നെ അത് കഴിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. ഈ നടക്കുമ്പോഴും നമ്മൾ മെയിൻ പ്രശ്നം, നമ്മൾ ഈ പാർക്കിംഗ് ഏരിയയിലോട്ട് പോകുമ്പോൾ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടില്ലേ, അവിടെ അത് ടച്ച് ആവാൻ ഞാൻ പറഞ്ഞ ആമി ഞാൻ പിടിക്കാം. അപ്പോൾ അവൾ എനിക്ക് തരത്തില്ല, അവൾ തന്നെ പിടിച്ച് അവസാനം കൊണ്ടുവന്ന് ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ട് തൊടിയിക്കും. അതാണ് എനിക്കറിയത്. കണ്ട ഇവിടെ തൊട്ട് അത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. മീൻസ് അത് കളഞ്ഞിട്ട് ബാക്കി കഴിച്ചത്. ലുലു പാർക്കിങ്ങിലെ മെയിൻ പ്രശ്നം ഇവിടെ നമ്മൾ എവിടെയാണ് പാർക്ക് ചെയ്തേക്കുന്നത്, വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് ഞാൻ ഫോട്ടോ എടുത്ത് നോക്കും കേട്ടോ. സാധാരണ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഒക്കെ നേരത്തെ ഹസ്ബൻഡ് വന്നുകൊണ്ടിരിക്കും. ഒത്തിരി ഏറെയില്ല, കാരണം സുഹൃത്ത് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു ഞാൻ പുറകെ നടന്ന് പോയപ്പോൾ ആമി അതൊക്കെ കഴിച്ചിരിക്കാൻ. അത് കഴിഞ്ഞ് നമ്മൾ പൈ ദോശ എന്നൊരു ദോശയും കഴിച്ച് തിരിച്ചു വിട്ടു വന്നാൽ അത്രയുള്ളൂ.